ധനമന്ത്രി കൂടിയായ സംസ്ഥാന മുഖ്യമന്ത്രി ബജറ്റിൽ മത്സ്യത്തൊഴിലാളികൾക്ക് സമ്മാനിച്ചത് ചാകരയെന്ന് അഖിലേന്ത്യാ മത്സ്യത്തൊഴിലാളി സംസ്ഥാന കോൺഗ്രസ് വർക്കിംഗ് പ്രസിഡന്റ് AM അലാവുദ്ദീൻ പറഞ്ഞു. ധനമന്ത്രി കൂടിയായ സംസ്ഥാന മുഖ്യമന്ത്രി ബഡ്ജറ്റിൽ മത്സ്യത്തൊഴിലാളികൾക്ക് സമ്മാനിച്ചത് ചാകര എന്ന് അഖിലേന്ത്യാ മത്സ്യത്തൊഴിലാളി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് AM അലാവുദ്ദീൻ പറഞ്ഞു. മത്സ്യത്തൊഴിലാളികൾക്ക് പുതിയ പ്രതീക്ഷ തരുന്നതും മത്സ്യത്തൊഴിലാളികളുടെ അവകാശങ്ങൾ പലതും പുനഃസ്ഥാപിക്കുന്നതുമാണ് പുതിയ ബഡ്ജറ്റ് എന്ന് അലാവുദ്ദീൻ കൂട്ടിച്ചേർത്തു. തൃപ്രയാർ നടന്ന പൊതുയോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മണ്ണെണ്ണ സബ്സിഡി 25 രൂപ എന്നത് 75 രൂപയാക്കി. മത്സ്യത്തൊഴിലാളികൾക്ക് പ്രത്യേക ഭവന പദ്ധതി. മത്സ്യബന്ധന വകുപ്പിന് 233 കോടി രൂപ. തീരദേശവാസികൾക്ക് പട്ടയം. മത്സ്യവിപണനത്തിനായി സ്ത്രീകൾക്ക് സ്കൂട്ടർ. കേരളത്തെ തുറമുഖ നഗരമാക്കും തുടങ്ങിയ ഒട്ടേറെ പ്രഖ്യാപനങ്ങളാണ് VD സതീശൻ അവതരിപ്പിച്ച കന്നി ബഡ്ജറ്റിൽ മത്സ്യമേഖലയ്ക്കായി നൽകിയത്. അഖിലേന്ത്യാ മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് തൃശൂർ ജില്ലാ പ്രസിഡന്റ് KV സിജിത്ത് അധ്യക്ഷത വഹിച്ച സമാപന സമ്മേളനത്തിൽ DCC ജനറൽ സെക്രട്ടറി അനിൽ പുളിക്കൽ മുഖ്യപ്രഭാഷണം നടത്തി. സുരേന്ദ്രൻ മരക്കാർ, UB മണികണ്ഠൻ, PC ജയപാലൻ എന്നിവർ സംസാരിച്ചു. പ്രകടനത്തിന് NM നകുലൻ, അബു മാലിക്കുളം, മണി ഉല്ലാസ്, PP ഷാജി, KC പ്രകാശൻ, ബൈജു EK, ഷീബ സതീഷ്, KK കുട്ടൻ, AA മുജീബ്, സനില ബൈജു, AA കുട്ടൻ, ഷൗക്കത്ത് PK, ഗണേഷ് പണിക്കൻ, ബാബു പനക്കൽ, ഫൈസൽ NM, KV സുരേഷ് ബാബു, ഷീല ശാന്തൻ, ഷോല മഹേഷ്, സീന ഉണ്ണികൃഷ്ണൻ, ഹസീന താജു, സുന സന്തോഷ് എന്നിവർ നേതൃത്വം നൽകി. കേരളത്തിലെ മത്സ്യത്തൊഴിലാളികൾക്ക് ആശ്വാസം പകരുന്ന ഒരു ഗവൺമെൻറ് ഇന്ന് നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടായിരിക്കുകയാണ്. മത്സ്യത്തൊഴിലാളികൾക്ക് സാന്ത്വനമേകുന്ന ഒരു സർക്കാർ ഇന്ന് കേരളത്തിൽ അധികാരത്തിലെത്തിയിരിക്കുന്നു. മത്സ്യത്തൊഴിലാളികളെ ചേർത്ത് പിടിക്കുന്ന, അവർക്ക് സംരക്ഷണമൊരുക്കുന്ന നയവും നിലപാടുമാണ് ധനകാര്യമന്ത്രി കൂടിയായ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ബഹുമാന്യനായ ശ്രീ VD സതീശൻ 2 ദിവസം മുമ്പ് കേരള നിയമസഭയിൽ അവതരിപ്പിച്ച ബജറ്റ്. അത് നമുക്ക് നോക്കിക്കാണാൻ ശ്രമിച്ചാൽ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും.